ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞാൽ ഇന്ന് എന്തൊക്കെ വന്നു എന്നൊക്കെ നോക്കാനാണ്. ഞാൻ ലാസ്റ്റായിട്ട് കിട്ടിയ അപ്ഡേറ്റ് പറഞ്ഞാൽ റോഡ് ഗുള്ളിറ്റ് വരുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടി ഒരു കോച്ചും ഉണ്ടാവും. ഗുള്ളിറ്റ് വരികയാണെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷെ എന്നാലും വരാമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അല്ലോ സോറി ഗായ്സ്, ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ക്യാൻസലാക്കി ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഡൗൺലോഡ് മറ്റേ സൈസ് ഡാറ്റ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അതാ വിചാരിച്ചിട്ട് ക്യാൻസലാക്കി. ഇനി ഡൗൺലോഡൊക്കെ ഇപ്രാവശ്യം ഡൗൺലോഡൊക്കെ ആവും. അതായിപ്പോയതാണ്, സോറി, ഇറ്റ്സ് മൈ പ്രോബ്സ്. എന്തായാലും വീഡിയോയിലോട്ട് എടുക്കാൻ മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് എടുക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഇനി വരാൻ ഇതാണ് ഞാൻ വേണ്ട സ്റ്റേഡിയം ഡാറ്റ. ഗുള്ളിറ്റ് തന്നെ ഉള്ളത്. ഗുള്ളിറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് 2 ദിവസത്തെ ലോഗിൻ പോകണ്ടോ ഇത് മെല്ലെ അങ്ങനെ വരുന്നത്. ചാൻസ് 1 2 കട്ടിന് അത് അതിൻ്റെ പേരാവില്ല. ഇത് എത്രണ്ണാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ പാക്ക് തന്നെ. എന്തായാലും നമുക്ക് ഇന്നത്തെ പാക്ക് ഗുള്ളിറ്റാട്ടോ. ഇതാണ് സാധനം, റോഡ് ഗുള്ളിറ്റും നെഡ്വേർഡും കൊണ്ടുവരാം. നെഡ്വേർഡ് തുല്യം തന്നെയാണ്, കിട്ടിയാൽ കൊള്ളാം. ഗ്യോക്കറസും കൂടെ മുസിയാലയും വന്നിട്ടുണ്ട്. പിന്നെ ബോണസ് ആക്റ്റീവ് ഗൈസ്. ഇന്ന് നമുക്ക് ഒരു പ്ലെയറിനെ കിട്ടും കേട്ടോ. ഗോളടിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഗോളടിച്ചില്ലെങ്കിൽ കലാഷ്നിക്കോവ എന്നുള്ളതാവും. ഞാൻ കണ്ണും പൂട്ടി ഇങ്ങനെ ആക്കും കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ എവിടെക്കെങ്കിലുമൊക്കെ ഗോളാവും വിചാരിക്കും. അവിടെ തട്ടിയടാ, അവിടെ ശേച്ചങ്ങനെ കിട്ടിയാൽ ഇനി ഒന്നും കൂടി മതിയടാ. നാളെ ശേച്ചങ്ങനെ കിട്ടുള്ളൂ. വെറുതെ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അടുത്തോട്ട് അടിച്ചാൽ മതിയെന്നു ഇല്ല. 5 ഗോള് തട്ടിയാലും ഇതെന്ത് വരുമാനം. ഇത് മറ്റേതാണേ. ഗോളടിച്ച 9 പോവും. അതാണല്ലേ ഭാഗ്യമാക്കി ശേച്ചോങ്ങനെ കിട്ടിയിട്ടാ. എൻട്രി ശേച്ചങ്കോ നമ്മുടെ ഇതിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്യാം. അടിയിൽ തന്നെ ഉറങ്ങാം. ഓരോന്ന് ഇങ്ങനെ ഇനി ഇവനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശേച്ചങ്കോ നമ്മൾ ഇത് വാടാ നമ്മളാണ്ട് എടുത്തു ശേച്ചങ്കോനെ. അങ്ങനെ പിന്നെ മിഷൻസിൽ എന്തോ കളക്ട് ചെയ്യാണ്ട് ഫ്രീ സ്പിന്നാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഞാൻ വെറുതെ പറഞ്ഞ ഇതിലേക്കൂടെ. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ ഒരു ബാക്ക് ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ വരും. ഇതിൽ നല്ലേ 1 ബില്യൺ ഡൗൺലോഡ്സിൻ്റെ ബാക്ക് ഓപ്പണിങ്. പിന്നെ പാക്സിൽ നോക്കുകയാണെങ്കിൽ വന്ന കോച്ച് പറഞ്ഞാൽ യോഹാൻ ക്രൈഫ് ബ്രാദർ ക്രൈഫാണ് വന്നിട്ടുള്ളത്. വേണ്ടവരുണ്ട് എടുത്തോളൂ കേട്ടോ. അതിൻ്റെതായിട്ടാണ് പൊസിഷൻ ഗെയിമും ഔട്ട്ഡോറും ആണ്. അതിൻ്റെതായിട്ടാണ് ഇവർ രണ്ടാളും വന്നിരിക്കുന്നത്. ആര് നെഡ്വേർഡും നമ്മളെ സ്വന്തം ഗുള്ളിറ്റും. നെഡ്വേർഡ് ആൻഡ് ഗുള്ളിറ്റ് അതിൻ്റെതായിട്ടാണ് വന്നിട്ടുള്ളത്. ഗുള്ളിറ്റിൻ്റെ സെൻറ്റർ ഫോർവേഡായിട്ടോ കാർഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത്. ഉസ്മാൻ ഡെമ്പേലെ ലോങ് റേഞ്ച് കോളർ
ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ലുക്മാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഷോട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഡംബലെ ഞാൻ പറഞ്ഞു. ലാമിയന്മാർ നമ്മൾ പറഞ്ഞിട്ടില്ല. ട്രാക്ക് ബാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗുള്ളർ, കായ് ഹാവേർട്സ്, അർണോൾഡ്, ഡേവിഡ് റയ, മാർക്കിഞ്ഞോസ്, ഒൽമോ, ലൂഗറി. പിന്നീട് ഒരു പ്ലെയർ ഓഫ് ദി കൂടില്ലേ, നമ്മൾ രണ്ടെണ്ണം പറയുകയാണെങ്കിൽ അത് രണ്ടെണ്ണം വന്നിരിക്കും. അതിൽ വന്നിട്ടുള്ള വാൻഡേക്ക്, ചെക്കി, നിക്കോളോ ബരേല, വാൻഡേക്ക്, ചെക്കി, വാട്കിൻസ്, ഗിബ്സ് വൈറ്റ്, റാബിയോട്ട്, സിൽവ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിട്ടാണ് പ്ലെയർ ഓഫ് ദിക്ക് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെയായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ നോക്കുക വിചാരിക്കണേ. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിന്നിലെ മേളയിലോട്ട് ഫ്രീ സ്പിന്നുകളുടെ ഇതിൽ ആദ്യത്തെ ഇതാട്ടോ പാക്ക്. ഇതിൽ ബുള്ളറ്റ് ഹെഡറും ലോ സ്ക്രീമറും, യുമാ സുസുക്കി, പിന്നെ സിഹോൻ ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ലോങ് റീച്ച് ടാക്കിളൊക്കെ എന്തിനാണാവോ. എക്സ്ട്രീം മിഡിൽ ഫീൽഡർ, എൽഡർ, മൊബൈൽ ഡ്രിബിളിങ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും കിട്ടില്ല. ഇതിലൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ കിട്ടിയാൽ കൊള്ളാം, കിട്ടില്ല എല്ലാവർക്കും അറിയാം. ഇല്ല കിട്ടിയില്ല. കാരണം വെച്ചാൽ സാവിയോളൻ്റെ എനിക്ക് ഇപ്പിക്ക് അടിച്ചാണ് സാവിയോളൻ്റെ. പിന്നെ എങ്ങനെയാണ് ഇതിൽ കിട്ടുക? അതിൽ കിട്ടി എനിക്ക് ഇതിൽ എന്ത് വെക്കാടാ ഓടാ ഇവിടുന്ന്. അതിൽ കിട്ടിയോണ്ട് ഇതിൽ തരില്ലാനുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. ഈ ടാർഗറ്റ് ഗുള്ളിച്ച് അങ്ങോട്ട് പോരട്ടെ. ഗുള്ളിച്ച് എന്തായാലും കിട്ടില്ല. ഫ്രീ സ്പിന്നിലൊന്നും കിട്ടിയ എടോ ഹൈലൈറ്റ് എങ്കിൽ ഹൈലൈറ്റ് അതെങ്കിലും കിട്ടിയല്ലോ, സമാധാനം. ഹൈലൈറ്റ് നേരത്തെ ഫസ്റ്റ് വിചാരിച്ച് എപ്പിക്കിനെ അടിച്ചത് ഇല്ല. ഹൈലൈറ്റ് ഇപ്പോൾ ബ്ലോഗില്ല. ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മെയിനായിട്ട് വന്നിട്ടില്ല. പിന്നെ കസ്റ്റമേഴ്സ് വന്നിട്ടില്ല. ഇതാ മൈ ടീം പ്ലാൻ ഇത്രയും കൂടി വന്നല്ലോ. ഇങ്ങോട്ട് ആരെങ്കിലും കയറി വന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടു. ആരാന്നറിയോ? ഇവൻ തന്നെ ബാറ്റ് സ്റ്റുഡൻറ്റ് കയറ്റുക. പക്ഷേ ഇപ്പം തന്നെ ഇറക്കാനൊന്നും പോണില്ലല്ലോ. ലെവൽ ട്രെയിനിങ് ഓക്കെ. സെലക്ട് പോട്ടെ കൊടുക്കിടക്കിട്ടില്ല. 101 ആയിക്കണേ, 102 ആക്കണം. ഒരു പറ്റി ബൂസ്റ്റർ നല്ലത് ഏതെങ്കിലും കിട്ടണേ. ഒരാൾ കൊടുക്കുന്നു. ബ്രേക്ക് ത്രൂ നല്ലതാണോ? അല്ലെങ്കിൽ വേണ്ട. ബ്രേക്ക് ത്രൂ നമുക്ക് റൂബൻ അമോറിൻ്റെ വെക്കാം. ഇതാകുമ്പോൾ എല്ലാത്തിലും ഇതായിക്കോളും. റൂബൻ അമോറിയം ഏജ് റേറ്റിംഗ് സ്കോഡ് ഏറ്റവും മേലെ പോട്ടെ. ഇവിടെ ഉണ്ടാവും ഒരു എൻട്രി ഷെവച്ചെങ്കു എന്ന പേര്. ഇവൻ തന്നെ ബാറ്റ് സ്റ്റുഡൻറ്റിനെ കയറ്റിക്കും. ഹാജാരില്ല ഇവിടെ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവൻ തന്നെ ഇറക്കുള്ളൂ. ബൂസ്റ്റർ പോട്ടെ. ബൂസ്റ്റർ റാൻഡമിൽ കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ. റാൻഡം വേണ്ട. പക്ഷേ ഇവൻക്ക് പറ്റിയൊന്നും ഇല്ലടാ. ഇവൻക്ക് പറ്റിയ ബൂസ്റ്റർ ഏതായിട്ട് ഞങ്ങൾക്ക് അറിവുണ്ടല്ലോ കമൻറ്റ് ചെയ്യും. ഞാനെന്തായാലും ഇപ്പോൾ സ്ട്രൈക്കറല്ല ഇവന്. സ്ട്രൈക്കേഴ്സിന് 6 കൊടുത്തു നോക്കാം. നല്ലതാണെന്ന് വിചാരിക്കണേ. സ്ട്രൈക്കേഴ്സിന് ഇതൊക്കെയായാലും നമുക്ക് നോക്കാം. സ്ട്രൈക്കേഴ്സിന് 6 അത് മതി. ഇത് കിട്ടില്ലാന്ന് തന്നെ പറഞ്ഞ് സ്ട്രൈക്കേഴ്സിന് 6 കൊടുത്തിട്ടുണ്ട്. അതിൽ 100 ഇതായിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റ് ഇട്ടാ. ഇപ്പോൾ ഈ ഇവൻസിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫോർമേഷനും ഈ കോച്ചൊക്കെ വെച്ചിട്ടാവും വരിക. അത് വേണ്ട. അത് QC അത് ഇപ്പോൾ ഗുഡ്. ഇതാണ് കറക്റ്റ്. ഷെവച്ചങ്കുവൊക്കെയുള്ള സ്കോഡ് തന്നെയാണ് നമ്മളിത്. നിങ്ങളെന്താ വിചാരിച്ച്? നമ്മൾ പണ്ടേ ക്ലാസ്സാണ് ബ്രദർ. പിന്നെ ഇവൻസിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ? PvP വേണമെങ്കിൽ ഒരു 50 കോയിൻ്റെ മാച്ച് തന്നെ ആദ്യത്തെ മാതിരി വന്നിട്ടുണ്ട്. നമ്മൾ AC മിലാനോടെ അതും ഒക്കെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കോയിൻ്റെ മാച്ച് തന്നെ അല്ലേ ഉള്ളൂ. അത് തന്നെ. പിന്നെ PvP ഒന്നും ഉണ്ടാവില്ല. ഇനി AAയിലൊന്ന് പോയേക്കാം. AAയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇവൻസ് 1 ബില്യൺ ഡൗൺലോഡ്സിൻ്റെ ഇതാണ് വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് സ്കില്ല്. പിന്നെ അതാ ചാൻസ് ഡീലിനുണ്ട്. മീൻസ് പ്ലെയർ ഓഫ് ദി വീക്കിനുള്ളത്
വന്നിട്ടുണ്ട്. ലീക്കൊക്കെ നല്ല തന്നെ കേട്ടോ. പിന്നെ അങ്ങനെയായിട്ട് മെയിനായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എക്സ്ക്ലൂസീവ് ഗെയിം പ്ലാൻ പറയാതെ ഓക്കെ 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 ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. $1 billion ഫ്രീ സ്പിൻ. എന്താ ചെക്കന്മാർ പുതിയ ഇവരായിട്ട് നമ്മൾ ലെജൻഡിലൊക്കെ ഇട്ടാണ്ട് ഇവരായിട്ട് നമ്മൾ കളിച്ച് ജയിക്കണം എന്നാണ് ഇവർ പറയണത്. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്തതാണ് നിങ്ങൾക്ക് പറയും എനിക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ ഐക്ക് തലയിടാൻ പോണില്ല. പിന്നെ അങ്ങനെയായിട്ട് മെയിനായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ലല്ലോ. കോൺട്രാക്ട്സിൽ പോവുകയാണെങ്കിൽ കസ്റ്റമൈസബിൾസിൽ എന്തെങ്കിലും വന്നിക്കണോ? ഇല്ലല്ലോ അല്ലേ, കാര്യം വന്നു തന്നെയാണ്. പിന്നെ മിഷൻസിൽ പോവുക. മിഷൻസിൽ പോയി നോക്കുമ്പോഴും വന്നിക്കണം കേട്ടോ. മിഷൻസിൽ വന്നിക്കണേ എന്താണല്ലേ ഇത് തന്നെയാണ്. ഇത് ബാക്കി 60 കളി റെഡി ആയിട്ട് കേട്ടോ. നമ്മൾ നാളെ മറ്റന്നാളായിട്ട് ഒരു ബാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരും. അല്ല നാളെ എന്തായാലും വീഡിയോ ഈച്ച് വേറെ ഒന്നുമില്ല. ആൻഡ്രി ഷെവച്ചെങ്കോ പ്ലെയർ വിത്ത് റിവ്യൂ ആണ് നാളത്തെ വീഡിയോ. പിന്നെ മറ്റന്നാളത്തെ വീഡിയോ എങ്കിലും ഒരു ഇതാവും, ബാക്ക് ഓപ്പണിംഗ് ആവും. അപ്പം എന്തായാലും ആഗ്രഹങ്ങൾ നമ്മളെന്തായാലും ഇതിലെന്ത് കറക്കാൻ പോണില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോകണേ. ടാറ്റാ.